എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിച്ചുവിനെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ചാനലിൽ. എല്ലാ ദിവസവും ഉണ്ട്. അതെ, എല്ലാ ദിവസവും ഉണ്ട്. ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് മൊത്തം ചെയ്തുകൊണ്ടിരുന്നൊരു സാധനം ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ. അത് തന്നെ, അതിന്റെ പുതിയൊരു സംരംഭം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒന്ന് നിമിഷ വിജുവിന്റെ സബ്സ്ക്രിപ്ഷൻ, അതിലേക്ക് നമുക്ക് ലാസ്റ്റ് പോവാം. നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിജി ചേച്ചി അറിയാമോ? ബിജി ചേച്ചി ഞാൻ കാണിക്കാം. ബിജി ചേച്ചിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരൊരു ഗെയിം കളിക്കും. ഇതെന്താ ഗെയിം എന്നൊന്നും എനിക്കറിയത്തില്ല. ഗെയിമിൽ തോക്കുന്ന ആള് പണിഷ്മെന്റ് എടുക്കണം ലൈവിനകത്ത് തന്നെ. ആ പണിഷ്മെന്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതൊരു പ്രത്യേകതര ആചാരമാണ്. മറ്റേ മോഹൻലാലിന്റെ പടത്തിൽ ചെയ്യുന്ന പോലെ കയ്യിൽ കത്തി, അതുപോലെ പ്രത്യേകതര ആചാരങ്ങളാണ്. പൊള്ളും. ആദ്യം നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. മുതലെടുക്കണയാണോ? അല്ല, ഇത് പാന്റിന്റെ പോക്കറ്റിലല്ല, പോക്കറ്റ് വെക്കാനുണ്ട്. ഐസ് ഇടണം. എക്സാക്ട്ലി. ഇത് മറ്റേ ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് നോർമലി സാധാരണ റീൽസിനൊന്നും ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇച്ചിരി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സെർച്ച് VPN വെച്ച് സെർച്ച് ചെയ്യുന്നവർക്ക് ഇതിന്റെ വ്യക്തമായി അറിയാം. ഈ ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞൊരു സാധനം വരുമ്പോഴത്തേന് ട്രൂത്ത് ഡെയർ ഇരിക്കുന്നവർ ഇതുപോലെ എന്തെങ്കിലും പണിഷ്മെന്റ്. ഇത് നല്ല രസമാണ്, വിനോദകരമായ ആചാരമാണ്. പക്ഷെ കുടുംബമായിട്ട് കാണാൻ പറ്റുന്നൊരു വിനോദം. ഇതെന്നാന്നറിയോ? ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് 5 മിനിറ്റ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം, തണുപ്പിക്കണം. എന്ത് തണുപ്പിക്കണം? മൊത്തത്തിൽ തണുപ്പിക്കണം. ഫ്രിഡ്ജിൽ കയറി ഇരുന്ന പോലെ മൊത്തം തണുക്കത്തില്ലേ? ഇങ്ങനെ എന്തിനാണ് എന്തോ അവൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ സിനിമയിലെ വില്ലനല്ല, ഷെഡ്ഡിയല്ല. അവന് കൃത്യമായി അറിയാം എവിടെയാണത് ഇടുന്നത്. അവൻ അത്രയും സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഷഡ്ഡിയല്ല. ഗെയിമില് കള്ളത്തരം പാടില്ല, അതിന് വേണ്ടിട്ടാ. അല്ലാതെ അവന് ആ ചിന്താഗതി ഒന്നും പബ്ലിസിറ്റിക്ക് ഗെയിം ആകുമ്പോഴത്തേനും കറക്റ്റ് ആയിട്ട് അത് വേണം. ഉള്ള കാര്യം പറഞ്ഞ മുട്ട അടിക്കണം, മീശ പഠിക്കണം, രോമം പഠിക്കാൻ പറഞ്ഞ രോമം. അവനെ കൊണ്ട് ഈ പെണ്ണുമ്പിള്ള നേരത്തെ 16 മുട്ട ഷെഡിക്കകത്ത് ഇടിച്ച്. പൊട്ടിച്ചിട്ടോ ഇല്ലാതെയോ? പൊട്ടിച്ചിട്ടോ. അതിനവൻ പ്രതികാരം വീട്ടുന്നതാണ്. 16 2 18 മുട്ട, 2 പൊട്ടാതെയും 1 പൊട്ടിയും. ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടും കൂടെ ഒരു വീഡിയോയ്ക്ക് ആയിട്ട് മറ്റേ ദിയയുടെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും നെഗറ്റീവ് ഇടുന്ന സാധനങ്ങൾക്ക് റീച്ച് ഉള്ളോ എന്ന് പറയുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഇതും കുറച്ചു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ, മനു ചെയ്തിട്ടുള്ള വീഡിയോ, മറ്റേ അഖിലിന്റെ ഒരു കാര്യം. കാരണം ഞാൻ എന്റെ വീഡിയോ ചെയ്ത സമയത്ത് അവക്ക് 123, 160. നമ്മൾ നോർമലി നല്ല സാധനം, ഇത് നല്ല സാധനമാണെന്നും ഗവൺമെന്റ് നല്ലതാണെന്നും ദൈവം നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും കേരളത്തിനേക്കാളും കൂടുതലാണ് ചെകുത്താനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഫോളോ ചെയ്യും. ദൈവത്തെ പറഞ്ഞ ഫോളോ ചെയ്യും. എന്നാ ചെകുത്താന്റെ അടുത്ത് സെക്കൻഡ് എപ്പിസോഡ് കാണാൻ ആൾക്കാർ ചെല്ലുന്നത്. എന്നിട്ട് ഇതിരുന്ന് പറയും നിനക്കൊക്കെ നാണമില്ലേ ചെകുത്താനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പൊ അത്ര നെഗറ്റീവ് പറഞ്ഞാൽ ആൾക്കാർ വേറെ സാധനം ഉണ്ട് കേട്ടോ. കുറെ പേര് അഖിലിന്റെ വിഷയം ചെയ്തു, കുറെ പേര് വന്ന് അഖിലിന്റെ വിഷയം ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്തു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടുപേരും ഒരേ സാധനം, രണ്ടുപേരും ചെയ്ത് രണ്ട് അഭിപ്രായം ഉള്ളതേ ഉള്ളൂ. ഒരാൾ അവിടെ ഇവിടെ കണ്ട അഭിപ്രായം പറഞ്ഞു, ഒരാൾ ഈ അഭിപ്രായം പറഞ്ഞവനെതിരെ പറഞ്ഞു. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിനകത്ത് കോണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് സ്റ്റോറി ഇട്ടും പലരും ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. ഞാനും ഇട്ടായിരുന്നു. ഞാൻ കണ്ട്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓപ്പൺ ആയിട്ട് അത് പറയണ്ടെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി ഇടാം, എന്നാലേ കാണാം. ഒരു ഇട്. ഗെയിം കറക്റ്റ് ആയിട്ട് ചെയ്ത്, അപ്പൊ നമ്മൾ അംഗീകരിക്കണം. കൃത്യമായി ഇട്ടു. ഇത് ഭയങ്കര വ്യൂ ഉള്ള സാധനം, ഭയങ്കര റീച്ച്. പുതിയൊരു ചാനലിൽ ആരോ ലീക്ക് ചെയ്തൊരു സാധനം. ഇത് ഇട്ടതും പൊട്ടക്കാന്ന് പറഞ്ഞിട്ട് എന്റെ വ്യൂസ് പോകുന്നേ. നാളെ ഇനി എല്ലാം ഇത് പിറകെ കൊണ്ടുവരും. അതിന് മുമ്പ് ഞാൻ ചൂണ്ടി എന്നേ ഉള്ളൂ. അതൊന്നും പൗസ് ചെയ്യോ? ഇവനാരാ?
ഗെയിമർ. അപ്പൊ ഇത് ഗെയിമറി. രണ്ടും ഗെയിമേഴ്സാ. ഇവര് രണ്ടും തമ്മിൽ ഒരു ഗെയിം കളിച്ച് മറ്റേ കുപ്പി ഇങ്ങനെ എന്തോ ഒരു ഗെയിം, അതുപോലെ എന്തോ ഒരു ഗെയിം എന്തോ കളിച്ചു. ഒരാൾ ജയിച്ചു, ഒരാൾ തോറ്റു. അപ്പൊ കളിച്ച് ഇനി നമുക്ക് വേറൊരു സാധനം കാണാം. ഇപ്പൊ ബിജി ചേച്ചി തോറ്റപ്പോ ബിജി ചേച്ചി ഇട്ട്, ഇനി ബിജി ചേച്ചി നമുക്കൊന്ന് ജയിപ്പിച്ച് കാണിച്ചാലോ? ഇവനുമായിട്ടാണോ? അല്ലല്ല, വേറൊരു നല്ല സുന്ദരനായിട്ടൊരു ചേട്ടനുമായിട്ട്. ചേട്ടന്റെ വസ്ത്രധാരണം പ്രാചീന ശിലായുഗത്തിലെ വസ്ത്രം, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, എന്നാലും സുന്ദരനാ. നമുക്ക് അത് കാണാം. ഓ കൊട്ടമുക്കി ഇത് ഈ ചേട്ടൻ ഇതിന്റെ ടാസ്ക് എന്തോന്നും അറിയത്തില്ല. ഇതിങ്ങനെ ഈ ചേട്ടൻ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ചെയ്യണം. ഒരു 10-20 തവണ 22 തവണ വരെ ഞാൻ കണ്ട്. ഇത് 20 തവണ കൂടുതൽ എനിക്ക് കാണാൻ പറ്റില്ല. ഏത്ത വിടുവാന്നാ തോന്നുന്നത്. ഇതോ ഏത്തോ നല്ല പച്ച വെള്ളത്തിനകത്ത് തോർത്തിരുന്നിട്ട് ചന്തി മുക്കി എഴുന്നേക്കുന്നതാണോ? അങ്ങനെ എന്തോ തന്നെ അവർ ഉദ്ദേശിക്കുന്നില്ല, കണ്ടു കഴിഞ്ഞാലല്ലേ മനസ്സിലാവുന്നേ. ബാക്കി കാണാം. ഈ പണിഷ്മെന്റ് ഒക്കെ എങ്ങനെ ഇവര് ചിന്തിച്ചെടുക്കുന്നു എനിക്ക് മനസ്സിലാവാത്തത്. റീച്ച് ആവാൻ പറ്റിയ സാധനം ഇതല്ലേ, അപ്പൊ പിന്നെ അവർക്ക് പറ്റും, റീച്ച് ആവാൻ പറ്റും. 6, 7, 8, 9, 10, 11. ഈ ഏത്തവ ഗണപതിക്ക് എങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ പുണ്യം എങ്ങനെ കിട്ടിപ്പോയ. ഇത് കിട്ടും, ഇത് റീച്ച് കിട്ടും, പൈസ കിട്ടും, കൊണ്ട് റീച്ച് ആവും. എത്ര പരിപാടികളൊക്കെ ഭയങ്കര സാധനമാണ്. പൈസ ഉള്ളവരെല്ലാം പോരാ. അത് കണ്ടില്ലേ മുമ്പത്തെ വീഡിയോ ഒക്കെ ഭയങ്കര സാധനമാണ്. ഇനി ബീച്ചേച്ചി മറ്റവനുമായിട്ട് കളിച്ച ഒരു ഗെയിം കൂടെ നമുക്ക് കാണാം. അല്ല, ജയിച്ചേ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ക്രീം തേക്കുന്നതാണോ? കുളിക്കുവാണോ? ഓ ബാക്കി ക്ലോസറ്റ് ഇരിക്കുന്നത് കുളിച്ചോണ്ടിരിക്കുക. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറയൂ, കളിക്കുമ്പോ കുളിമുറി കയറി കുറ്റിയിട്ടതിന് ശേഷം ഈ ഗെയിം കളിക്കാൻ പാടും. അവനും കുളിമുറിയില്ല. ഓ രണ്ടുപേരും കുളിമുറിയിലല്ലാന്ന് തോന്നുന്നു. അവന്റെ മോഡോ വെക്കണ്ട, അവൻ കുളിമുറിയില്ല. അപ്പൊ ഇത് കളിയല്ല, ഇത് കുളിയാ. ബീച്ചേച്ചി കുളിമുറി കയറി കുളിച്ച് കാണിക്കുക. ഇവൻ മറ്റേ നോർമൽ ആയിട്ട് ഇങ്ങനെ കുളിസിയും കാണുന്നവരെ കാണുന്നു. എന്തായാലും കുളിമുറിയിലോട്ട് എങ്ങനെ കേറുന്നെന്ന് ഞാൻ ആലോചിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരമ അപരാധമായിട്ട് ഇത് കൂട്ടിയാൽ മതി. പലരും ഈ പറയുന്ന ഞാമനല്ല പറഞ്ഞത്, മറ്റേ സജീനയല്ലേ പറഞ്ഞത്, റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കാം. ഞാൻ പക്ഷെ അങ്ങനൊന്നും കാണിക്കത്തില്ല എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു വേറൊരു ഡൈവേർഷൻ, വേറൊരു ഭാഗം, അതിന്റെ വേറൊരു മുഖമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. ബാത്റൂമിൽ കയറുന്നത് ചെയ്യാം. ഇതിന് മുമ്പ് നീ കണ്ടോണ്ടായിരിക്കും, ഇതിന് മുമ്പ് ഒരു 3-4 വർഷം മുമ്പ് ബാത്റൂമിൽ നിന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരാന്നറിയോ? ഫുക്രു. അതായത് അർജുൻ ഫുക്രുവിനെ എടുത്തിട്ട് ഊക്കിയതിന് ശേഷം അർജുനെതിരെയായിട്ട് ഇവൻ വീഡിയോ ചെയ്തത് ബാത്റൂമിനകത്തിരുന്നുണ്ട്. പക്ഷെ പരമ അപരാധവും കിട്ടാനുള്ളതിന്റെ മാക്സിമം നെഗറ്റിവിറ്റി അവനെ ബാത്റൂമിനകത്തിരുന്ന് അടിച്ചേറ്റ്. അതിനുശേഷം ഞാൻ ഈ കാണുന്ന ബിജിമോൾ എന്തോ ഇന്നത്തെ ബാത്റൂം റിയാക്ഷൻ ഇതാ ഈ സാധനം ബാത്റൂമിൽ ഇരുന്നുള്ള റിയാക്ഷൻ. ഇവരുടെ ഒരു ചങ്കൂറ്റം സമ്മതിക്കണം. എങ്ങനെയെങ്കിലും റീച്ച് ആയപ്പോൾ ഓണാക്കി നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. വീട്ടിൽ ഇരുന്ന് ചെയ്യുക, വായിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവിടെ വരെ ഈ സാധനം അവസാനിക്കും. ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന ഓഡിയൻസിനോ നമ്മളെ വ്യൂ ചെയ്യുന്ന ആൾക്കാർ വിടും എന്ത് വിചാരിക്കും എന്നുള്ളൊരു സാധനം തീർച്ചയായിട്ടും തോന്നും, നിങ്ങൾ കാണുന്നവർക്ക്. പക്ഷെ ഇത് സംബന്ധിച്ച് ഇവരുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അവിടുന്ന് ഇവരുടെ ലിമിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നിടത്തൊന്നും ഇവർ ചിന്തിച്ച് തുടങ്ങും. അവിടുന്ന് തുടങ്ങി എത്തുമ്പോഴത്തേക്കിനും നമ്മൾ എത്തുന്നതിനേക്കാളും ഒരുപാട് അങ്ങ് ദൂരെയാണ്. ആ ദൂരത്തിന്റെ പകുതി എത്തിയിട്ടേ ഉള്ളൂ. ബാക്കി പകുതി ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നോർമലൈസ് ആവുമായിരിക്കും. അപ്പോൾ ഇവര് പറയുന്നുണ്ട് ഇവര് 1-2 വർഷത്തെ റിട്ടയർ ആവും, അതിന് മുമ്പ് മാക്സിമം പ്രായമാവും, കിളവിയാവും. ഇപ്പൊ ചെറുപ്പമാണോ? അല്ല, ഗ്രാൻഡ്മ. ഓക്കെ, പ്രായത്തിന്റെ ഉച്ചഘട്ടത്തിൽ എന്നോട് കരിയറോട് പ്രായമുള്ളവരെയും ഗ്രാൻഡ്മ ടൈപ്പിനെയും അത്യാവശ്യം വണ്ണമുള്ളവരെയൊക്കെ പിക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും വരും. സമൂഹത്തിൽ നല്ല മുഖമൊക്കെ കാണിച്ച് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഗ്രാൻഡ്മ ടൈപ്പൊക്കെ കാണുമ്പോഴത്തേക്കും തോന്നാം അതുപോലുള്ളവർക്ക് പിക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്.
ഓ, അവൻ ആസ്വദിക്കുന്നുണ്ടോ? കാലിന്റെ മേളിൽ കാലൊക്കെ വെച്ചിട്ട് അവൻ അറുമതി കണ്ടോ? അതിന് പറയുന്നില്ല, കാലിന്റെ മേളിൽ കാല് വെച്ച് ഒരിക്കലും ഈ നാട്ടിൽ ആർക്കും ആസ്വദിക്കാൻ പറ്റത്തില്ല. ഇവ എന്തിനാ ഞാൻ പറയുന്നില്ല, കാണാം. പക്ഷെ അവൻ്റെ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടെ. അവൻ എന്നിട്ട് കലിപ്പായിട്ട് അഭിനയിക്കുന്നു. ഇത്രയും എൻജോയബിൾ ആയിട്ട് ഇവൻ കണ്ടിട്ട് ഇവൻ കലിപ്പനായിട്ട് അഭിനയിക്കുന്നവൻ. ഇത് നേരത്തെ റെക്കോർഡ് ചെയ്ത് അതുമായിട്ടൊരു ബന്ധമില്ല. എന്നിട്ട് ഇവൻ സ്വന്തമായിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് ചിലപ്പോൾ ഇത് കണ്ട് ആസ്വദിച്ചായിരിക്കും. അല്ല, ഇവൻ ഇത് കണ്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ സിംഗിൾ സ്ക്രീനിലിട്ട് കണ്ടു കാണും. അതായിരിക്കും. അല്ലാതെ ഈ രണ്ട് തമ്മിൽ ബന്ധമില്ല. അവര് കുളിക്കുമ്പോൾ ഇവൻ ഇതിനെ കലിപ്പുണ്ടാക്കും. ഇവൻ പറഞ്ഞു കൊടുക്കുക, മുമ്പേ പറഞ്ഞില്ല, അങ്ങനെയല്ല തലേ കൂടെ ഒഴിക്കണം, സോപ്പ് ഇങ്ങനെ തേക്കണം, ഇവൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിനകത്ത് വ്യത്യാസമുണ്ട്. ഇവര് നോർമൽ ആയിട്ടാ കുളിക്കുന്നത്, ഇവൻ 2x സ്പീഡിലും കണ്ട സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. കുളിച്ച് അവര് മടുത്ത് ആറ്റിൽ വല്ലതും എടുത്തങ്ങ് ചാടിയ മറ്റേ ഇവരുടെ ലാലറിന്റെ പടത്തിലുണ്ടല്ലോ 110 തൊട്ടി കോരി കുളിപ്പിക്കുന്ന ഒരു സെറ്റപ്പ്. മറ്റേ കോളനി. മനസ്സിലായി. ഇനി റാവുത്തറിലെ നിമിഷ ബിജുവിലേക്ക് ഒന്ന് പോവാം. നിമിഷ ബിജുവിനെ അറിയാലോ, പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് ലൈവിലൂടെ കാണുന്നവർക്ക് കണ്ണിന് കുളിർമ പകർന്നു തന്ന് പൈസ ഉണ്ടാക്കുന്ന മുമ്പത്തെ രേണുസുതിയുടെ ഉറ്റ ചങ്ങാതിയും കൂടെ. അപ്പോ ഇവര് ഒരു ലൈവ് വന്നിട്ട് നിങ്ങൾ വരൂ, സബ്സ്ക്രിപ്ഷനിലേക്ക് വരൂ എന്ന് പറഞ്ഞ് സബ്സ്ക്രിപ്ഷനിലേക്ക് വിളിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ അവരെ കണ്ട്, ഇവര് കുട്ടിപ്പാവട ഇട്ടേക്കുക. എന്നിട്ട് കുട്ടിപ്പാവട ഇങ്ങനെ ടപ്പേന്ന് ഒരു പൊക്ക് വെക്കിട്ട് അങ്ങ് താത്തു. ഒറ്റ നോട്ടത്തിൽ ഒരു മിന്നായം പോലെ. ഫസ്റ്റ് ഡേ ഫുൾ ഒന്നും കാണാൻ പറ്റൂല, എന്നാലും ഒരു മിന്നായം പോലെ. അത് കണ്ടിട്ട് ഞാൻ കാണുന്നില്ല, എനിക്കിത് പേരാറുണ്ട്. എന്നിട്ട് ഇത് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കളർ കാണുന്നവർക്കോ പൊക്കുമ്പോൾ കാണുന്നവർക്കോ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും സബ്സ്ക്രിപ്ഷനിലേക്ക് വിളിച്ചു വരുത്തുന്ന മറ്റൊരു കുളിസീനിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. മൊത്തം കുളിയാണ്, കുളി മൂടായിരുന്നു. എക്സ്പ്രഷൻസ് ഉണ്ടോ ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ? സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ബാത്തിങ് ലൈവ് ഡെയിലി നൈറ്റ് 11 PM പ്ലീസ് വെൽക്കം. ആരെങ്കിലും ഉണ്ടോ ടൈം ടേബിൾ വെച്ച് വിളിക്കുന്നത്? ഡെയിലി 11 മണിക്ക് ആരാധകരെ ശാന്തരാകുവിൻ. 11 മണിക്ക് അലാറം വെച്ച് അവർ വിളിക്കുന്നത് എല്ലാ ദിവസവും. ഇതൊക്കെ ഭയങ്കര ഓവറാ കേട്ടോ. നിങ്ങൾക്ക് ചെറിയ എക്സ്പോഷനൊക്കെ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആരും അനുവദിച്ചൊന്നുമില്ല, ആരുടെയും ക്രൈറ്റീരിയ അല്ല, ആരുടെയും പോളിസി വയലേഷനും അല്ല, ഒന്നുമല്ല. പക്ഷേ ഒരു സ്വയബോധത്തിന് കാണുന്ന ആൾക്കാർ ചിലപ്പം മക്കളുണ്ടെങ്കിൽ അവരുടെ കൂടെ പഠിച്ചു വരും, കുടുംബം ഉണ്ടെങ്കിൽ അവർ കാണുന്നവരും, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ കാണുന്നവരും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരു മാർജിൻ നിർത്താൻ പറ്റുന്ന കാര്യമുള്ളൂ. ആരും ഉപദേശിക്കുമെന്നല്ല, വേണേ എടുത്താൽ മതി, ഇവനെ എല്ലാം പറഞ്ഞ് എന്തിനാ. ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുമ്പോഴത്തേനും അത് കണ്ട് അതിനാസ്വദിച്ച് അതിലേക്ക് പൈസ കൊടുക്കാൻ ആളുകളുണ്ട്. സൗജന്യമായി ഇവിടെ എന്തോരം സേവനങ്ങളുണ്ട്. അതൊന്നുമല്ല, പൈസ കൊടുത്തിട്ട് ഈ അമ്മച്ചിമാരെ കാണാൻ നിൽക്കുന്നവരുണ്ട്. ഇനി അമ്മച്ചി എന്ന് പറഞ്ഞാൽ സീനാവെന്ന് അറിയത്തില്ല, എന്നാലും ഈ അമ്മച്ചിമാരെ കാണാൻ പൈസ കൊടുക്കുന്നവരുണ്ട്. ആ പൈസ പറയാൻ പാടില്ല, ലവ് ഒക്കെ ഉണ്ട്. ഇനി സബ്സ്ക്രിപ്ഷനിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ടല്ലോ, വിളിക്കട്ടെ. നിമിഷ ബിജു രാത്രി ഉണ്ടാകാൻ വരണം. സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ലൈവ് സ്റ്റാർട്ട് അറ്റ് 10:30 മുതൽ 11 മണി വരെ സ്പെഷ്യൽ ലൈവും, 11 മണി മുതൽ എത്രയോ മണി വരെ കുളി ലൈവും, 11:30 മുതൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറേ ലൈവുകളാണ് ഷെഡ്യൂൾ ചെയ്തിട്ട്. ടൈം ടേബിൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൈം ടേബിൾ ഇല്ലേ, അതുപോലെ പലതരം ലൈവുകളുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ഒട്ടും അനുകൂലിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇതൊരു ഫ്ലോയിൽ നമ്മുടെ ഓഡിയൻസ് കാണുന്ന ഈ ഒരു സാധനത്തെ നമ്മളിപ്പം ഒരിക്കലും ഈ സാധനത്തിനെ സപ്പോർട്ട് ചെയ്യുമല്ല. ഈ ഒരു കാര്യത്തിനെ നമുക്ക് ഈ ഒരു രീതിയിലും റിയാക്ട് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിച്ച് അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ കാണിച്ച വൾഗാരിറ്റി അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്നതിനെ ഒരു 10 ഇല ഒരു കിടക്കുന്ന ഒരു പുരയിടത്തിൽ നിന്ന് എടുത്തു കളയുന്നതിനെ സപ്പോർട്ട് ചെയ്തില്ലായിരിക്കും. പക്ഷെ ആ 10 ഇല വാരി എറിയുന്നവനെ ചിലപ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ആ സപ്പോർട്ടിനെസ്സായി ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഇപ്പൊ ഈ പറയുന്ന ഒരു സമയത്ത് കൂടിക്കൊണ്ടിരിക്കുക. അത് തന്നെ പല ആൾക്കാരും ഇപ്പം നടന്നൊരു ഒളിച്ചോട്ട കേസുമായിട്ട് ബന്ധപ്പെട്ടും ആൾക്കാർ സംസാരിക്കുന്നത് അത് തന്നെയാണ് റിയാലിറ്റി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും അത് എക്സ്പോസ്ഡ് ആയിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇതുപോലൊരു കുളിസീന്, അതായത് ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു കാലത്ത് ആരും കാണരുത് എന്ന് രീതിയായിരിക്കും നമ്മൾ
നമ്മൾ മറ കെട്ടുന്നത്. ആ മറ കെട്ടുന്ന സാധനം ഇപ്പൊ കാണാൻ പറ്റുന്ന ആൾക്കാരെല്ലാം കാണുക, ഇത് ലൈവിലേക്ക് ഇടുക എന്ന രീതിയിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നേരത്തെ അതിലൂടെ പോകുന്ന രണ്ടുപേർക്ക് കാണത്തുള്ളായിരുന്നു, ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ കാണാം. ഇത് കാണുക എന്നുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് അവരുടെ ഭർത്താവ് കാണും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കണ്ടായിരിക്കും. പക്ഷെ ഇതാക്കരുത് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായീകരണമുണ്ട്. പിള്ളേരെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുളിസീന അല്ല, ഇങ്ങനത്തെ പൈസ ഉണ്ടാക്കാൻ പിള്ളേരെ വളർത്തണ്ടേ, അങ്ങനെ ചിന്തിക്കുന്നവർക്കും അങ്ങനെ പറയുന്നവർക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരെ കൂടി ഇരുത്തണം. ഇപ്പൊ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഓഡിയൻസിന്റെ ഒരു വ്യൂവർഷിപ്പ് അതിനകത്ത് കിട്ടും. പിള്ളേരെയും കൂടെ കൂടി ഇരുത്തുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഓഡിയൻസിന്റെ ഇവരെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പറയുക, അപ്പം ആ വ്യൂവർഷിപ്പും കിട്ടും, അതിനിടയിൽ എണ്ണവും കൂടും. അങ്ങനെയാണ് വേറൊരു കാര്യം കൂടെ. പിള്ളേരെ വളർത്താനായിട്ടുള്ള ആള് ഓടിയും പെൻസും ഒക്കെ മേടിക്കേണ്ട കാര്യമുണ്ടോ? പിള്ളേരെ വളർത്താൻ പോലും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വളർത്തിയാൽ മതിയല്ലോ. വളർത്തുന്നതിന് ഓടി വേണ്ടല്ലോ, പിള്ളേരെ ഓടി നടന്ന് വളർത്താമല്ലോ. ഓടിക്കാനും എവിടെങ്കിലും പോകാനും ആവശ്യമില്ല. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വളരെ തെറ്റാണ്. ഇത് കാണുമ്പോ നാളെ സംഭവിക്കുന്നത് ഒരു പെങ്കൊച്ച് ഇത് കാണുക, അവളെന്തിനാ +2 പഠിക്കാൻ നാളെ മുതൽ കുളിസീൻ എടുത്തിട്ട് ഈ പറയുന്ന ലൈവ് ഇട്ടാ പോരെ. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ നമ്മളിപ്പോ കാണിച്ച ഒരു സീനിലും ഇവരാരും വസ്ത്രവഴിച്ചങ്ങളെ കാണിക്കുന്നില്ല, ഒരാൾ പോലും തുണിയിൽ കാണിക്കുന്നില്ല. പക്ഷെ വസ്ത്രം അടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഈ നിമിഷ ബിജുവിന്റെ ലൈവിനകത്ത് ഞാൻ അറിഞ്ഞത് ഇവര് ശരീരഭാഗങ്ങളൊന്നും ഇവർ കാണിക്കുന്നില്ല. ഇവർ ഇച്ചിരി കൊഞ്ചി സംസാരിക്കത്തുള്ളൂ. അവരുടെ സൈഡ് അവർ സേഫാ, അവരൊരു സാധനം ഒരു മനുഷ്യനെ കാണിക്കുന്നില്ല. പക്ഷെ കാണുന്നവർ ഇവർക്ക് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം കാണിക്കുമ്പോഴത്തേക്കിന് ഒരു 1000 രൂപ കിട്ടുന്നെങ്കിൽ ഇത് കാണുന്നവർക്ക് ഇതിനപ്പുറം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ 2000 രൂപ കിട്ടത്തില്ല ചിന്ത വരും. എന്നാൽ ഞാൻ 1 മണിക്കൂർ 1000 കിട്ടുന്നതാണോ 2000 കിട്ടുന്നതാണോ നല്ലതെന്ന് ഒബ്വിയസ്ലി അവർ ചിന്തിക്കുമ്പോൾ 2000 കിട്ടുന്നതല്ലേ നല്ലത്. അപ്പം ഈ ഒരു വേ അവർ ചിന്തിച്ചു കൂട്ടി അവർ ആ വഴിക്കങ്ങ് പോകും. ഇതായിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഈ നിമിഷ ബിജു ശരിക്കും നല്ലവരാ ഇല്ല കെട്ടവരാ? ഇടയ്ക്ക് രേണുവിന്റെ മോനെ ഞാൻ ഏറ്റെടുത്ത് വളർത്താന്ന് പറയുന്നുണ്ടായിരുന്നു. അയ്യോ ഊമ്പി പതിനൊന്ന് ആ ചെറുക്കൻ ആ രേണുവിന്റെ കൂട്ടിരുന്ന് അവിടെ അങ്ങ് പൊക്കോട്ടെ. ഇനി അതും കൂടെ ഏറ്റെടുത്ത് ലൈവിനകത്ത് കൊണ്ടുപോകും, എന്താ കാര്യമുണ്ടോ? അതാ ഞാൻ പറയുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നും നന്മ മരമാണെന്ന്, ചിലപ്പോൾ എനിക്ക് തോന്നും ജനങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ചെയ്യുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തി ചെയ്യുന്നൊരു. അതാ കറക്റ്റ്. ജനങ്ങളെ അല്ല, ചില പർട്ടിക്കുലർ ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും ലൈവിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹരം കൊള്ളിക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നും ഇതിനകത്ത് കാണാം. എന്തായാലും ഇതൊക്കെ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്തിട്ട് ഇത് കണ്ടിട്ട് നാളെ നിങ്ങൾക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കില്ലേ. നിങ്ങൾ പൈസ ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ അതിന്റെ വരായികൾ വളരെ വലുതായിരിക്കും. അല്ല, വലുതായിരിക്കും എന്ന് മാത്രമല്ല അവരുടെ കുടുംബക്കാരും ഉണ്ടാവുന്ന പിള്ളേരും ഇനി ഉണ്ടായി പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാൻഡ് ആയി കഴിയുമ്പോഴത്തേനും പിള്ളേർ പറയും എന്റെ അമ്മൂമ്മയാ പണ്ട്. എന്തിനാ അതൊക്കെ കേൾക്കുന്നത്? നിർത്തിയാ പോലെ അല്ല നല്ലത്. ആൺപിള്ളേർ കൂടി ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജി ആരും കാണത്തില്ല, ഒരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല. എന്തിനു വേണ്ടിയിട്ട്? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തു. നമ്മളൊരു ഫണ്ട് മൂടി പിടിച്ചെന്നുള്ളൂ. ഇമാതിരി സാമാനങ്ങളൊന്നും മാക്സിമം സപ്പോർട്ട് ചെയ്യാതിരിക്കുക. മറ്റൊരു ഡേറ്റ് കാണുന്നവരെ ബൈ.